പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖന പഠനത്തിന്റെ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി കർത്താവിന് എല്ലാ മഹത്വവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ചില കാര്യങ്ങളുടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഗ്രഹിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഈ ലേഖനത്തിന്റെ രചനാകാലവും ഈ ലേഖനം എത്തിച്ചേർന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചും ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിലെ രചനാകാലം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എഴുതിയ കാലഘട്ടം, എഴുതിയ വർഷം. എത്തിച്ചേർന്നത് എന്നുള്ള പദം ചിലപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയില്ലായിരിക്കാം. വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കഴിയുമ്പോൾ അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ, റോമൻ കാരാഗൃഹവാസത്തിന്റെ ഒടുവിലത്തെ സമയത്താണ് ഈ ലേഖനം എഴുതിയതെന്ന് ലേഖനത്തിന്റെ ഉള്ളടക്കത്തിലെ അല്ലെങ്കിൽ ലേഖനത്തിൽ കാണുന്ന പല വാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ കണക്ക് വെച്ച് പൗലോസ് റോമാ ലേഖനത്തിൽ ആയിരുന്ന കാലക്കണക്ക് വെച്ചിട്ട് ഏകദേശം AD 61 അവസാനത്തിലായിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്ന് ഈ ബൈബിൾ വ്യാഖ്യാതാക്കൾ കണക്ക് കൂട്ടുന്നു. AD 61 പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാരാഗൃഹത്തിന്റെ ഉള്ളിൽ ആയിരുന്ന പൗലോസ് എഴുതിയ അനുഗ്രഹീതമായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. പ്രിസൺ എപ്പിസ്റ്റിൽസിൽ വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളുള്ള, കാരാഗൃഹ ലേഖനങ്ങളിൽ സന്തോഷത്തിന്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേഖനം കൂടെയാണ്. ലേഖനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോൾ ആ പദം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കും. സന്തോഷം എന്നുള്ള പദം വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കും. എന്തുകൊണ്ടാ ഇത് കാരാഗൃഹത്തിൽ, റോമൻ കാരാഗൃഹവാസ കാലത്ത് എഴുതി എന്ന് പറയാനായിട്ടുള്ള കാരണങ്ങൾ? ലേഖനത്തിനകത്ത് 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ തൻ്റെ ആ കാരാഗൃഹ കാലത്ത് അകമ്പടി പട്ടാളത്തെ കുറിച്ച്, തന്നെ അകമ്പടി അല്ലെങ്കിൽ കാവൽ ചെയ്യുന്ന അവരെ കുറിച്ച്, അതുപോലെ റോമൻ പട്ടാളത്തെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാനായി കഴിയുന്നു. ഇങ്ങനെ 13-ാമത്തെ വാക്യം 1:13, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. നോക്കൂ, അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും. അപ്പോൾ അത് റോമൻ കാരാഗൃഹവാസത്തെ വ്യക്തമാക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഇനി 4:22 വരുമ്പോൾ കുറച്ചുകൂടെ ഇതിനെ ഉറപ്പിക്കുകയും കുറച്ചുകൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണാം. വിശുദ്ധന്മാരെല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു, സീസറിന്റെ പാലസിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ താൻ എഴുതുന്ന സമയത്ത് നമുക്കറിയാം, അന്ന് ഇന്നത്തെ പോലെ 10 മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല ഒരു ലെറ്റർ, അല്ലെങ്കിൽ വേഗത്തിൽ എഴുതി തീർക്കാൻ പറ്റത്തില്ല. അന്നത്തെ എഴുത്തുപകരണങ്ങളും എഴുതാൻ ഉപയോഗിച്ച പേനയാകട്ടെ, പാപ്പിറസ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോലാകട്ടെ, അതിലൊക്കെ എഴുതാനായിട്ട് സമയമെടുക്കും. അതുപോലെ മഷി ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ മഷിയും പേനയും എന്നുള്ള പദപ്രയോഗം കാണാനായിട്ട് കഴിയുന്നത് കൊണ്ട് മഷി ഉപയോഗിച്ചാണെങ്കിൽ അത് ഉണങ്ങാൻ സമയമെടുക്കും. ഇന്നത്തെ പോലത്തെ മഷിയല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഇന്ന് ടൈപ്പ് ചെയ്യുന്നത് പോലെ, എഴുതി തീർക്കുന്നത് പോലെ പെട്ടെന്നൊരു ലേഖനം എഴുതി തീർക്കാൻ പറ്റത്തില്ല, സമയമെടുക്കും. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ, അക്ഷരത്തെറ്റൊക്കെ സംഭവിച്ചാൽ തിരുത്താനൊക്കെ സമയമെടുക്കും. മറ്റൊന്ന്, പൗലോസിന്റെ മറ്റു ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ പൗലോസിന് മോസ്റ്റ്ലി കാഴ്ചയ്ക്ക് കാര്യമായ പ്രശ്നം, പ്രായത്തിന്റെ ആധിക്യം കൊണ്ടും താൻ അനുഭവിച്ച ഉപദ്രവങ്ങൾ നിമിത്തവും കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ട് പലപ്പോഴും മറ്റു പലരെയുമാണ് ലേഖനം എഴുതാനായിട്ട് താൻ ആശ്രയിച്ചിരുന്നത്. പറഞ്ഞു കൊടുത്ത് എഴുതിക്കുകയായിരുന്നു. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. അന്ന് ഇത്രയും പരിമിതികളിൽ എത്രമാത്രം കർത്താവിനോടുള്ള സ്നേഹം, ദൈവജനത്തോടുള്ള സ്നേഹം, ദൈവരാജ്യത്തോടുള്ള ബേർഡൻ, ആത്മാർത്ഥത, അതാണ് ഈ സ്ട്രഗിളിനെ എല്ലാം മറികടന്ന് ഇതൊക്കെ എഴുതാനായിട്ട് അദ്ദേഹം സമർപ്പിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫെസിലിറ്റി, നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ, അല്ലെ? പലപ്പോഴും നമുക്ക് രാവിലെ സ്ഥിരമായിട്ട് ഒരാൾക്കൊരു ഗുഡ് മോർണിംഗ് അയക്കുന്നെങ്കിൽ അതുപോലും നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷേ ചില വേളകളിലെങ്കിലും നമ്മുടെ ഒരു പ്രഭാത വന്ദനം, ഒരു പക്ഷെ അതിനോട് ചേർത്ത് ഒരു വചനം, അതല്ലെങ്കിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററുടെ ദിനംപ്രതിയുള്ള സന്ദേശം,
ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിന് ഉണ്ടാക്കുന്ന ഉണർവ്, അത് കൊടുക്കുന്ന ഊർജം ഒരുപക്ഷെ അന്നത്തെ ദിവസത്തിന് അവരെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്നതായി മാറിക്കൂടാ എന്നില്ല. നമുക്ക് വളരെ നിസ്സാരമായി സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് ഒരു സഭയ്ക്ക് ഈ 4 അധ്യായങ്ങളുള്ള ലേഖനം എഴുതാനായിട്ട് ശാരീരിക ബലഹീനതകൾ, തടവറയിലായിരിക്കുന്ന പരിമിതികൾ, മറ്റൊരാളെ കൊണ്ട് എഴുതിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതെല്ലാം മറികടന്നുകൊണ്ട് അത്രയും ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്തെങ്കിൽ നമുക്കിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന റിസോഴ്സസ് ലിമിറ്റ്ലെസ് ആണ്. എത്ര ചിന്തിച്ചാലും മതി വരാത്തതാണ്. നമ്മൾ ശരിക്കും ഒന്ന് അല്പസമയം, എല്ലാ ദിവസവും ഒരു അല്പസമയം, എന്താ എനിക്ക് ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് പുതുതായിട്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ എന്താ എൻ്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മള് പാസ്റ്റേഴ്സിനെയോ മുൻനിരയിൽ നിൽക്കുന്ന ശുശ്രൂഷകരെയോ സുവിശേഷ വേല മുഴുവനും അവരുടെ ചുമലിലാണ് എന്ന ചിന്തയിൽ കഴിയേണ്ടവരല്ല. ദൈവസഭ മുഴുവൻ ഈ പടകിൽ തുഴയെറിയുന്നവരായിരിക്കണമെന്നാണ് റൈനാഡ് ബോംഗെ പറഞ്ഞിരിക്കുന്നത്. ഈ സഭയിൽ അല്ലെങ്കിൽ ദൈവസഭ എന്ന ബോട്ടിനകത്ത് സഞ്ചരിക്കുന്ന മുഴുവൻ വ്യക്തികളും തുഴയെറിയുന്നവരായിരിക്കണം. നമ്മള് നമ്മുടെ നാട്ടിലെ എന്തുവാ അമ്പലപ്പുഴ അവിടെയൊക്കെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്നതിനെ കുറിച്ച് കാണുകയോ നേരിട്ടല്ലെങ്കിലും ടി വിയിലൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് ആകെ 1-2 പേര് മാത്രമാണ് നിന്ന് ആവേശം പകരാനായിട്ട് കൊടി വീശുകയോ ഒക്കെ ചെയ്യുന്നത്. ബാക്കി മുഴുവൻ പേരും ഒരേ താളത്തിൽ ഒരേ ടൈമിങ്ങിൽ അവര് ആ മത്സരം തീരുന്നത് വരെ ആവേശത്തോടെ തുഴയെറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവസഭ ഒരുമിച്ച് ഒരേ ദിശയിൽ വേഗതയോടെ മുന്നോട്ട് കുതിക്കാനായിട്ട് ഇതിനകത്തുള്ള മുഴുവൻ പേർക്കും ആ ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്, സഭ അനുഗ്രഹിക്കപ്പെടുന്നത്. ആ ചിന്ത ഇന്ന് നമ്മെ ഭരിക്കട്ടെ. ഈ ഒരു ചെറിയ ചിന്ത ഈ വിഷയത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഈ വിഷയത്തെ തുടർച്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ റോമ കാരാഗൃഹത്തിലായിരുന്നു കൊണ്ടാണ് ഇത് എഴുതിയത് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ ദൈവവചനത്തിൽ നിന്ന്, ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 4:22 ഞാൻ ഓൾറെഡി വായിച്ചു. 1-ാം അധ്യായത്തിന്റെ 13 ഞാൻ ഓൾറെഡി വായിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ പരാമർശങ്ങൾ, പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ആ വചനത്തിന്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ തന്റെ കാരാഗൃഹവാസം അത്ര ചെറിയ കാലയളവിലായിരുന്നില്ല, ചില വർഷങ്ങൾ നീണ്ടു നിന്നതാണ് എന്ന് നമുക്ക് ആ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കൂ, നമ്മുടെ മലയാളം ബൈബിളിൽ ഒരു ദീർഘമായ സെന്റൻസ് ആണ് 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എനിവേ 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം: വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലയളവ്, അത് സമയമെടുത്ത് നടന്ന ഒരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ഇന്റൻസീവ് ട്രെയിനിങ്ങിൽ, മാൻഡറ്ററി ട്രെയിനിങ്ങിൽ പങ്കെടുക്കുമ്പോഴേക്കും അതിലെ ഒരു ക്ലാസ്, എല്ലാ ക്ലാസ്സും വളരെ അനുഗ്രഹമായിരുന്നു. ഒത്തിരി എൻകറേജ് ചെയ്യുകയും ഉള്ളിൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഒന്നുകൂടെ ഉറപ്പിക്കുവാനൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഒരു പാസ്റ്റർ അദ്ദേഹം സംസാരിക്കുമ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി, ഐ അപ്രീഷിയേറ്റ് ഇൻസ്റ്റന്റ് സോൾസ്. പെട്ടെന്ന് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം പേര് വരുന്നത് എനിക്ക് സന്തോഷമാണ്, ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. അത് പ്രതീക്ഷിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Sometimes it may take your whole life, a lifetime shall be taken. ഒരു കൂട്ടം ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി നേടാനായിട്ട് അത് പെട്ടെന്ന് ബ്രെഡ് ഉണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപക്ഷെ നമ്മുടെ ഹോൾ ലൈഫ് തന്നെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് അദ്ദേഹം പറയുവാനിടയായി. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഇന്ന് കേട്ട കാര്യങ്ങൾ ഒന്നുകൂടെ എൻ്റെ ഓർമ്മയിലേക്ക് വരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴൊക്കെ നമുക്ക്
മടുപ്പ് തോന്നാറുണ്ടല്ലോ. ഐ മീൻ ചിലപ്പോ ഞാന് പ്രാർത്ഥിച്ചിട്ട്, ഞാന് ആരാധിച്ചിട്ട്, ഞാന് ഉപവസിച്ചിട്ട്, ഞാന് കുറെ പ്രവർത്തിച്ചിട്ട് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ, ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രയാസം തോന്നാറുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ മുൻ കാരാഗൃഹവാസത്തെ കുറിച്ചൊക്കെ നമുക്ക് അപ്പോസ്തലരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ റോമൻ കാരാഗൃഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് യെരുശലേമിൽ താന് ചില ദിവസങ്ങൾ തടവിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം സിറിയയിൽ വന്നിട്ട് അവിടെ കുറെ മാസങ്ങൾ തടവിലായിരുന്നു. അവിടെ നിന്നാണ് റോമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുവാനിടയായത്. എന്നാൽ റോമിലെത്തി കഴിഞ്ഞ് കൈസറിന്റെ മുന്നിൽ താൻ നിന്ന് പ്രതിവാദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ആ പ്രതിവാദം അതിന്റെ സിറ്റിംഗ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നത് കൊണ്ടാകാം തന്റെ വീട്ടുതടങ്കലിൽ കുറെ കാലം ആക്കി വെച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ഈ കാലയളവിൽ നമ്മൾ അതിന്റെ എഴുതാത്ത വരികൾ, ആ വരികളുടെ ഇടയിലെ ചില വാക്കുകൾ കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കാലയളവുകളിൽ എനിക്ക് ഈ റോമ നഗരത്തിൽ എൻ്റെ ഈ വീട്ടുതടങ്കലോ അല്ലെങ്കിൽ കാരാഗൃഹമോ വിട്ട് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല. പുതിയൊരു സ്ഥലം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബന്ധുക്കളെ, ചാർച്ചക്കാരെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒത്തിരി പരിമിതികൾ എനിക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നോക്കൂ, ഈ കാരാഗൃഹവാസം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാ നെഗറ്റീവായിട്ടുള്ള, എല്ലാ പരിമിതമായ, എല്ലാ എന്താ നെഗറ്റീവ് എന്നുള്ളതിന്റെ മലയാള പദം പെട്ടെന്ന് വരുന്നില്ല, നിഷേധപരമായ, അല്ലെ? പ്രൈസ് ദി ലോർഡ്. അത് എക്സാക്ട് വാക്കല്ല ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ. എല്ലാ ന്യൂന സാഹചര്യങ്ങളിലും, എല്ലാ മൈനസ് സിറ്റുവേഷൻസിലും അതിന്റെ ഒരു മറുവശം ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്, ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. അത് കാണുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഒരു ഗുഹയ്ക്കകത്ത് കഴിയുന്ന ഒരാള് ആ ഗുഹയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടെ വരുന്ന ഒരു നുറുങ്ങ് വെളിച്ചം എന്നതുപോലെ, അത് കാണുമ്പോഴുണ്ടാകുന്ന ആ പുറം ലോകത്തെക്കുറിച്ചുള്ള തന്റെ പ്രതീക്ഷ എന്നതുപോലെ, ഈ എല്ലാ നിഷേധപരമായ സാഹചര്യങ്ങളുടെയും മറുവശത്ത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ദൈവം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. നമ്മൾ പാടാറുണ്ടല്ലോ, ആമേൻ, ഈവൻ ദോ ഐ ഡോണ്ട് സീ ദാറ്റ് ഹി ഈസ് വർക്കിംഗ്, ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ്, അല്ലെ? എക്സാക്ട് ലിറിക്സ് അങ്ങനെ ആകണമെന്നില്ല, ഞാൻ അതിന്റെ മീനിങ് പറയുകയാണ്. ചിലപ്പോൾ ഞാൻ കാണുന്നില്ലായിരിക്കാം ദൈവം പ്രവർത്തിക്കുന്നത്. അതിന്റെ അർത്ഥം ദൈവം മിണ്ടാതിരിക്കുന്നു എന്നല്ല, ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നു എന്നല്ല. ഹി ഈസ് ഡൂയിങ് സംതിങ്, ഹി ഈസ് വർക്കിംഗ് സംതിങ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് തന്റെ മകനായ യോസേഫിനെ കുറിച്ച് പറയുകയാ, ഹി ഈസ് നോ മോർ, അവനില്ല, അവൻ മരിച്ചുപോയി. പക്ഷെ മറുവശത്ത് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? യോസേഫിനെ ഒരു ദേശത്തിന്റെ പ്രഭുവാക്കി രണ്ടാം പദവിയിലേക്ക് എത്തിക്കുകയും ആ വിഷമിച്ചിരുന്ന യാക്കോബിനും മക്കൾക്കും ഉൾപ്പെടെ ആ കുടുംബത്തിന് അത് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തി മറുവശത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ നെഗറ്റീവായ സാഹചര്യങ്ങളെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മറുവശത്ത് വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ടെ, മറുവശത്ത് ഈ രാത്രിക്കപ്പുറം ഒരു പകലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ സൂര്യനെ കാണുന്നില്ല. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ രാത്രിയാണ്. അതിനർത്ഥം സൂര്യൻ എന്നേക്കുമായി ഇല്ലാതായി പോയി എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ നാട്ടിലോട്ടൊന്ന് വിളിച്ചു ചോദിച്ച് അവിടെ അസ്തമയ സൂര്യന്റെ മനോഹരമായ ചുവന്ന കിരണങ്ങൾ അവർ നിങ്ങളെ പറയും. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറയും. ഹല്ലേലൂയ. മറ്റൊരിടത്ത് നട്ടുച്ചയായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ രാത്രിയിൽ ഇരുട്ടാണ് കാണുന്നതെങ്കിലും അതിന്റെ അർത്ഥം സൂര്യൻ ഇല്ലാതായി പോയി എന്നല്ല. മറുവശത്ത് നമുക്ക് വേണ്ടി ഒരു പ്രഭാതം വരുന്നുണ്ട് എന്നുള്ള ആ പ്രതീക്ഷ നമുക്കുണ്ടാകണം. ദൈവത്തിലുള്ള ആശ്രയബോധം ഉണ്ടാകണം. കാരാഗൃഹവാസം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇനി 14-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, തന്റെ ബന്ധനങ്ങൾ ഒരു പക്ഷേ ലീഡറെ പിടിച്ചു കൂട്ടിയാൽ അതോടെ ഈ സുവിശേഷീകരണം നിന്നു പോകുമെന്ന് കരുതിയവർക്ക് വാസ്തവത്തിൽ ഒരു തിരിച്ചടിയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. കാരണം എന്താ? അത് കൂടുതൽ പേര് സുവിശേഷം അറിയിക്കുന്നതിന്, മുന്നോട്ട് വരുന്നതിന് കാരണമായി. ചരിത്രത്തിലുടനീളം അതാണ് സംഭവിച്ചിട്ടുള്ളത്. ദൈവജനത്തെ, ക്രൈസ്തവരെ എവിടെയെല്ലാം അധിക്ഷേപിച്ചിട്ടുണ്ടോ, ഒതുക്കിയിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ, കൊലപ്പെടുത്തിയിട്ടുണ്ടോ, ആമേൻ,
തെർത്തുല്യൻ എന്ന സഭാപിതാവ് പറഞ്ഞതുപോലെ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ഹല്ലേലൂയ. The blood of the martyrs are the seeds of the church. ഹല്ലേലൂയ. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ സമോസ ഞാൻ വെളി എടുത്ത് വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ. കേട്ടോ. അപ്പോ നമുക്ക് സ്തോത്ര സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുമെങ്കിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്ര ബന്ധനങ്ങൾ, കഷ്ടതകൾ, വേദനകൾ അത് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകുകയും ചിലർ കൂടെ സാക്ഷ്യം വഹിക്കുന്നതിന് മുന്നോട്ട് വരികയും ചെയ്യുന്നതിന് കാരണമാകട്ടെ. പ്രൈസ് ലോർഡ്. എനിവേ 20 up to 20 ആ ഭാഗങ്ങൾ, ആ വാക്യങ്ങൾ വ്യക്തമാക്കുന്നത് തന്റെ കാരാഗൃഹവാസകാലം ചെറുതല്ലായിരുന്നു, താരതമ്യേന നീണ്ടു നിന്ന ഒരു കാലയളവായിരുന്നു എന്ന് അത് വ്യക്തമാക്കുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ലേഖനം എത്തിച്ചേർന്ന വിധം എന്താണ് എന്നുള്ളത് കൂടെ ഈ ടൈറ്റിലിൽ നമ്മൾ കണ്ടു. പ്രൈസ് ലോർഡ്. ഇത് എപ്പഫ്രാദിത്തോസിന്റെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തു വിട്ടത് എന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ഫിലിപ്പ്യ സഭ, അതിന്റെ 4-ാം അധ്യായത്തിലേക്കൊക്കെ വരും നമുക്ക് കാണാനായിട്ട് കഴിയും, എപ്പഫ്രാദിത്തോസിന്റെ കൈവശം പൗലോസിന് സഹായം കൊടുത്തു വിടുന്നുണ്ട്, സ്തോത്ര കാഴ്ച കൊടുത്തു വിടുന്നുണ്ട്. അത് പൗലോസിന്റെ ചെലവുകൾക്ക്, കാരാഗൃഹത്തിലാണെങ്കിലും വീട്ടുതടങ്കലിലാണെങ്കിലും അദ്ദേഹത്തിന് പല ആവശ്യങ്ങളും ഉണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോ അത് നിവർത്തിക്കുവാനായിട്ട് സഭ എപ്പഫ്രാദിത്തോസിന്റെ കൈവശം സഹായം കൊടുത്തു വിട്ടു. എന്നാൽ പൗലോസിന്റെ അടുക്കൽ എത്തിച്ചേർന്ന എപ്പഫ്രാദിത്തോസ് 2-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചെന്ന് രോഗിയായി, മാത്രമല്ല മരണാസന്നനായി, രോഗിയായി മരണാസന്നനായി. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമ്മള് ചിലർ പറയാറുണ്ട് ഈ രോഗശാന്തി വരമൊക്കെ നിന്നുപോയി. എന്താ കാരണം? ആദ്യ നൂറ്റാണ്ടിൽ നടന്ന രോഗശാന്തിയും വീര്യപ്രവർത്തികളും മരിച്ചവരെ ഉയർപ്പിക്കുന്നതുപോലുള്ള വീര്യപ്രവർത്തികളും ഒന്നും ഇപ്പം നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്ന ഒരു കാരണം, ഒരു ന്യായം. തെളിവായിട്ട് ഇന്നത്തെ കണ്ടംപററി സിറ്റുവേഷനെ പറയുകയാണ്. എടുക്കുന്ന വാക്യം വേറെയാണ്, ഭാഷാവരമോ നിന്നുപോകും, പ്രവചനമോ നീങ്ങിപ്പോകും എന്നൊക്കെ. എന്നിട്ട് പറയുന്നത് കൃപാവരം നീങ്ങിപ്പോകും, നിന്നുപോകും. അപ്പോ അതുപോലെ രോഗശാന്തിയും. അപ്പോ ആ പറയുന്നവർ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? അപ്പൊ രോഗശാന്തി ദൈവം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരാൻ അവർക്ക് പറ്റത്തുമില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൃപാവരങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 12-14 അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നത്, കൃപാവരങ്ങൾ നമ്മിൽ വ്യാപരിക്കുന്ന, നമ്മിൽ വസിക്കുന്ന, നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് കൃപാവരങ്ങളെ പ്രകാശിപ്പിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നമ്മിലൂടെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെ ഒരു പദം കൂടെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ. ആർക്കാ? പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതുപോലെ. ഹല്ലേലൂയ. ലോകം കണ്ട അനുഗ്രഹീതനായ ഒരു ഉണർവ് പ്രസംഗകനും ദൈവം അതിശക്തമായ വീര്യപ്രവർത്തികളോടെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സ്മിത്ത് വിഗിൽസ്വർത്ത്. നിങ്ങൾ ആ പേര് മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ മകൾ കേൾവിയില്ലാത്ത കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കേൾവിയില്ലായിരുന്നു. എന്നാൽ ഈ സ്മിത്തിന്റെ ശുശ്രൂഷയിൽ ഒരുപാട് പേര് മുടന്തർ കുതിച്ചെഴുന്നേൽക്കുകയും അങ്ങനെയുള്ള ഭയങ്കര വീര്യപ്രവർത്തികൾ നടന്നിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒത്തിരി പേരെ നിറയെ നാട്ടുകാരെ സൗഖ്യമാക്കുന്നു, വീട്ടിലുള്ള നിങ്ങളുടെ സ്വന്തം കൊച്ച് കേൾവിയില്ലാത്ത കുഞ്ഞായി ഇപ്പോഴും തുടരുന്നു, എന്താ കാരണം? അപ്പൊ അദ്ദേഹം ഉടനെ പറഞ്ഞ മറുപടി ഇതായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ, ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അല്ല ചെയ്യുന്നത്, ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം എന്നിലൂടെ ചെയ്യുന്നതാണ്, ഞാൻ കേവലം ഒരു ഒരു ഉപാധി മാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്നാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത്. ഹല്ലേലൂയ. അപ്പോ കൃപാവരങ്ങൾ അല്ലെങ്കിൽ ശക്തമായ ഏത് ശുശ്രൂഷ, ശക്തമായ ഏത് കൃപാവരവും വെളിപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും അത് ദൈവം തനിക്കിഷ്ടമുള്ളതുപോലെ, പരിശുദ്ധാത്മാവ് തനിക്കിഷ്ടമുള്ളതുപോലെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തി മരണാസന്നനായിരിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള കൃപാവരം വെളിപ്പെട്ട ആ വ്യക്തി ആ രോഗശൈലിയിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചു വരും. എന്നാൽ അതേ വ്യക്തി വലിയ രോഗമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ആ വ്യക്തി മരിച്ചു പോകും. അപ്പോ എന്താ കാരണം?
നമുക്ക് ഇതിനൊന്നും ഇപ്പോൾ ഈ ഭൂമിയിൽ വ്യക്തമായൊരു ഉത്തരം, കൃത്യമായ ഉത്തരം പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരു കാര്യം, ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും പദ്ധതിയുണ്ട്. രണ്ട്, എങ്ങനെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ രീതിയിലെ ദൈവം പ്രവർത്തിക്കുന്നു. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ദൈവനാമത്തിന്റെ മഹത്വമായിരിക്കണം. അപ്പൊ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ട വിധത്തിലെ ദൈവം പ്രവർത്തിക്കുന്നു. ഞാൻ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഈ വായിച്ച തിരുവെഴുത്തിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. പൗലോസിനൊരു സഹായവുമായിട്ട് വന്ന വ്യക്തി, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു സഭയിൽ നിന്ന് സ്തോത്ര കാഴ്ച എടുത്ത് പൗലോസ് ആയിരിക്കുന്ന ഇടത്ത് സഹായിക്കാനായിട്ട് കൈവശം കൊടുത്തു വിടുന്നു. പൗലോസിനോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ കാരാഗൃഹത്തിൽ വരുന്ന ഈ എപ്പഫ്രാദിത്തോസ് അവിടെ എത്തിയപ്പോൾ രോഗിയായി. പൗലോസിനുണ്ടാകുന്ന വേദന ഒന്ന് നോക്കിയേ. എന്നെ സഹായിക്കാൻ വന്ന പുള്ളി ഇപ്പോ ആമേൻ, രോഗിയായി. കേൾക്കുന്നവരൊക്കെ എന്തോ ചിന്തിക്കും അല്ലെ? ഒരു ദൈവദാസനെ സഹായിക്കാൻ പോയിട്ട് ആ പുള്ളി ആ ദൈവദാസന്റെ പേരുള്ള ശാപമെങ്ങാനും ആയിരിക്കും എന്നൊക്കെ പറയുന്നവരെക്കാലത്തും ഉണ്ടായിരുന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതൊരു വശം. രണ്ട്, ഈ സഹായം സ്വീകരിച്ച പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിലുണ്ടാകുന്ന വേദന. എന്നെ സഹായിക്കാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന വ്യക്തി ഇവിടെ ഒരുപക്ഷെ അത് നിമിത്തമാണോ ഈ രോഗിയായത്? ഈ യാത്രയും ഇവിടുത്തെ വ്യത്യസ്തമായ സാഹചര്യവും കാലാവസ്ഥയും ഒക്കെയാണോ? ഞാൻ കാരണമാണോ? എന്നെ സഹായിക്കാൻ വന്നതാണോ എന്നൊക്കെ തനിക്ക് ചിന്തയുണ്ടായിക്കാണും. കേവലം രോഗിയായിരുന്നു എന്നല്ല, മരണാസന്നനായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ രോഗിയായപ്പോൾ തന്നെ ശക്തമായ കൃപാവരങ്ങളുള്ള പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കൃപാവരങ്ങൾ പ്രത്യേകിച്ച് വെളിപ്പാട് ഉണ്ടായിരുന്നു, വെളിപ്പാടിന്റെ ആധിക്യം ഉണ്ടായിരുന്നു. അത് നിമിത്തം അഹങ്കരിച്ചു പോകാതിരിക്കേണ്ടതിന് കുത്താനായിട്ട് സാത്താന്റെ ദൂതനെ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത്. അത്രമേൽ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ആ വ്യക്തിയുടെ അടുക്കൽ വന്ന ഒരു വ്യക്തി രോഗിയായപ്പോൾ ആ നിമിഷം തന്നെ തന്നിലെ അഭിഷേകത്തിന്റെ ശക്തിയെ, കൃപാവരത്തെ ഉപയോഗിച്ച് ജ്വലിപ്പിച്ച് എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സൗഖ്യമാക്കിയില്ല? എന്തുകൊണ്ട് മരണത്തിന്റെ വക്കോളം എത്തിച്ചേർന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നമുക്കും ഒരു പാഠമാണ് നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആമേൻ അനുവദിക്കാതെ, ദൈവം തന്റെ ഹിതപ്രകാരം ചെയ്യാതെ ഇനി എത്ര വലിയ കൃപാവരപ്രാപ്തനോ എത്ര ശക്തനായ ശുശ്രൂഷകനോ ആയിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കാർക്കും നിഗളിക്കാനൊന്നുമില്ല, അഹങ്കരിക്കാനൊന്നുമില്ല, പുകഴാനൊന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ ഇത് തിരിച്ചറിഞ്ഞിട്ടാ പറഞ്ഞത്, ഞാനാകുന്നത് കൃപയാലാകുന്നു. അദ്ദേഹം പറയും, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അത് എന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, പെർസ്പെക്റ്റീവ് ഓഫ് അതേഴ്സ്, അങ്ങനെ ആയിരിക്കാം. ഞാൻ ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ അടുത്ത പദം ഇങ്ങനെയാണ്, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നിലുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചത്. ഹല്ലേലൂയ. അപ്പോ നമുക്കെപ്പോഴും ഈ ചിന്തയുണ്ടായിരിക്കണം. ദൈവസഭയിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്തും കൈക്കൊള്ളട്ടെ. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം നമ്മൾ പറയണം, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്രേ അധ്വാനിച്ചത്. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച്, ഇതൊക്കെയും നിങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ പറയണം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ എപ്പഫ്രാദിത്തോസ് തന്റെ അടുക്കൽ വന്നിട്ട് രോഗിയായി, മരണാസന്നനായി. എന്നാൽ ആമേൻ, ദൈവം പൗലോസിനോട് കരുണ കാണിച്ചു, തന്നോടും എപ്പഫ്രാദിത്തോസിനോടും കരുണ കാണിച്ചു എന്ന് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ തന്റെ സൗഖ്യം ദൈവത്തിന്റെ കരുണയാണ് എന്ന് കാണുന്നു. 27-ാമത്തെ വാക്യം, അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അടുത്ത വാക്ക്, അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. സന്തോഷത്തിന്റെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. സന്തോഷം, സന്തോഷം, എപ്പോഴും സന്തോഷിപ്പിൻ എന്നുള്ള വാക്കുകൾ ആവർത്തിക്കുന്ന ലേഖനം. പക്ഷെ അതിനകത്ത് അതിന്റെ മറുവശം, ഒരു നാണയത്തിന്റെ മറുവശം കാണാൻ കഴിയുന്നു. എനിക്ക് ദുഃഖമുണ്ട്, ആ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ. അപ്പൊ എല്ലായ്പ്പോഴും എല്ലാം സന്തോഷമെന്നല്ല. മറുവശം, പ്രൈസ് ദി ലോർഡ്, ചൂടുള്ളപ്പോഴാണ് തണലിന് സുഖം കൂടുന്നത്. ദാഹമുള്ളപ്പോഴാണ് പച്ചവെള്ളവും മധുരമായി തോന്നുന്നത്. വിശപ്പുള്ളപ്പോഴാണ് കയ്പും മധുരമായി തോന്നുന്നത്. ദുഃഖമുള്ളപ്പോഴാണ് ആത്മസന്തോഷം ഏറ്റവും അധികം നമുക്ക്
അനുഗ്രഹമായി മാറുന്നത്. ഹല്ലേലൂയ. അപ്പോ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എപ്പഫ്രാത്തോസ് പറഞ്ഞു, എന്നെക്കുറിച്ച് അവിടെ ഫിലിപ്പീനുള്ളവര് ഞാൻ രോഗിയാണെന്ന് അറിഞ്ഞിട്ട് വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് നേരിട്ട് എന്ന് ഞാനിതേ കുഴപ്പമൊന്നുമില്ല, ഫിറ്റാണ് എന്ന് എനിക്ക് കാണിക്കണം. അതിനുവേണ്ടി ഞാൻ വളരെ വാഞ്ചിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. 25-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം. ആമേൻ. ആകയാൽ 28-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ അയച്ചപ്പോഴേക്കും ശ്രദ്ധയോടെയാണ് അയച്ചത്. ചിലപ്പോൾ ആരെയെങ്കിലും കൂടെ കൂട്ടിയായിരിക്കാം അയച്ചത്. പിന്നെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തായിരിക്കും അയച്ചത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഇന്നത്തെ ഈ മെഡിക്കൽ സയൻസിന് ഇത്രയും ഉയർന്ന കാലഘട്ടമായതുകൊണ്ട് ഇപ്പോൾ ചെറിയ കോൾഡോ ചെറിയ പ്രയാസമോ ഒക്കെ ഉണ്ടായാൽ ദൈവമക്കളോട് പ്രാർത്ഥിക്കാൻ പറയാൻ തന്നെ ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അവര് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കുന്ന കൂട്ടത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മരുന്നുകളുടെ പേരുകൂടെയൊക്കെ പറയും. അപ്പോ ഈ മരുന്നുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അയക്കണമല്ലോ എന്നുള്ള ആ ആശങ്ക കൂടെ അലട്ടും. ഞാൻ പൗലോസ് അപ്പോസ്തലൻ വളരെ ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ജാഗ്രതയെക്കുറിച്ച് കൂടെ ഓർമ്മിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ആമേൻ നമ്മുടെ വേദനയിൽ, ദുഃഖങ്ങളിൽ, രോഗങ്ങളിൽ, പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്നവരെ തമ്മിൽ ധൈര്യപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ, വിവിധ നിലകളിൽ കൈത്താങ്ങാൻ, സഹായിക്കാൻ ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കും വരത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നത്തെ നമ്മുടെ ബൈബിൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം. പരിമിതികളുടെ തടവറയ്ക്കുള്ളിൽ കിടക്കുമ്പോഴും ബന്ധപ്പെട്ട് ഒരു സഭയ്ക്ക് ഒന്നല്ല പല ലേഖനങ്ങൾ അദ്ദേഹം എഴുതി, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേഖനം ഉൾപ്പെടെ അത്രയും ആത്മഭാരത്തോടെ ഈ ചുവരുകൾക്കുള്ളിൽ ദൈവവചനത്തിന് ബന്ധനത്തോടെ ഒതുങ്ങി നിൽക്കാൻ കഴിയുകയില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ കണ്ടെത്തിയതുപോലെ ആ വെളിപ്പാട് നമുക്കും ഉണ്ടാകട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല റിസോഴ്സസും സകല സൗകര്യങ്ങളും ദൈവനാമ മഹത്വത്തിനായിട്ട്, ദൈവരാജ്യ വ്യാപ്തിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മനുഷ്യർക്കല്ല ഒരു മഹത്വവും, വ്യക്തിപരമായി നമുക്ക് ഒരു ബഹുമാനവും ഒരു മഹത്വവും വേണ്ട. സകല പുകഴ്ചയും ദൈവത്തിനായിരിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യരെ പുകഴ്ത്താനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ്. എവർ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ കൂട്ടായ്മ ഉപസംഹരിക്കാം. ഹല്ലേലൂയ. നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സായാഹ്നം തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയോടെ അണയുവാൻ അങ്ങ് സഹായിച്ചു. മനോഹരമായ ദൈവവചനങ്ങൾ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഇരുന്ന് തൃപ്പാദത്തിൽ നിന്ന് തിരുവെഴുത്തുകളെ പ്രാപിപ്പാൻ കൃപ തന്നതിനായി നന്ദി. കർത്താവ്, ഈ വചനം കേട്ട സകല അങ്ങയുടെ മക്കളെയും അനുഗ്രഹിക്കുന്ന പിതാവേ, തങ്ങളുടെ ആരോഗ്യം, അറിവ്, കഴിവ് എന്ന് വേണ്ട സകലതും ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, ഉപയോഗിക്കുവാൻ, കർത്താവിന്റെ വേലയിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി വർദ്ധിച്ചു വരുവാൻ അങ്ങയുടെ മക്കളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. സഭയായി ഞങ്ങൾ എല്ലാവരെയും അങ്ങനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. കൂടെയിരിക്കണമേ. മഹിമയെല്ലാം അങ്ങേക്കാകട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിരവുകളെയും ക്രിസ്തയേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തയേശു